പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക്. കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ ഈ മാസം 29-ന് സത്യഗ്രഹ സമരം ആരംഭിക്കും. നീതി ഉറപ്പാക്കും വരെ സമരം തുടരുമെന്ന് ഹർഷിത സമരസമിതി അറിയിച്ചു. ആരോഗ്യരംഗത്തെ ന്യൂനതകളിൽ ആരോഗ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറാണെന്നും സമരസമിതി അറിയിച്ചു. നീതി തേടി 8 വർഷത്തോളമായി തുടരുന്ന യാത്ര എങ്ങും എത്താത്ത സാഹചര്യത്തിലാണ് ഹർഷിന വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. സഹിച്ച വേദനയെയും നൽകിയ ഉറപ്പിനെയും അധികൃതർ അവഹേളിക്കുമ്പോൾ ഉറച്ച പിന്തുണയുമായി സമരസഹായ സമിതിയും ഒപ്പമുണ്ട്. കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നാണ് പ്രധാന വിമർശനം. നീതിയും നഷ്ടപരിഹാരവും നൽകാതിരിക്കുന്നതിന് പിന്നിൽ ആസൂത്രിത നീക്കമുണ്ടെന്നും വിമർശനമുണ്ട്. സത്യാഗ്രഹ സമരം ഈ വരുന്ന 29-ന് കളക്ടറേറ്റിന് മുന്നിൽ. കാരണം നമുക്ക് നീതി കിട്ടിയാൽ മതിയാവും. ഇനി ഇതുപോലൊരാൾക്ക് സംഭവിക്കാൻ ഇടവരരുത്. നമ്മൾ ഇത്രയും അധികം പ്രതികരിച്ചിട്ടും ഇത്രയും മനുഷ്യത്വമില്ലാത്ത രൂപത്തിൽ നമ്മളെ വേദനിപ്പിച്ചിട്ടും ഇനിയും ഒരു നീതി നൽകാൻ ഇതുവരെ അവർ തയ്യാറായിട്ടില്ല. അപ്പോൾ നമുക്ക് നീതി കിട്ടിയാൽ മതിയാവും. ഞങ്ങൾക്കിനി മുന്നോട്ട് ജീവിക്കണം. ഇനി ഇതുപോലൊരാൾക്ക് വരാനുള്ള ഇടമുണ്ടാവരുത്. 2017 നവംബർ 30-ന് നടന്ന പ്രസവ ശസ്ത്രക്രിയയിലാണ് കത്രിക വയറ്റിൽ കുടുങ്ങിയത്. 2022 സെപ്റ്റംബർ 17-ന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് 12 സെന്റിമീറ്റർ നീളവും 6.1 സെന്റിമീറ്റർ വീതിയുമുള്ള കത്രിക പുറത്തെടുത്തത്. ശസ്ത്രക്രിയ നടത്തിയ 2 ഡോക്ടർമാരും 2 നഴ്സുമാരും കുറ്റക്കാരാണെന്ന് കുന്നമംഗലം പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. നീതി നിഷേധത്തിനെതിരെ മെഡിക്കൽ കോളേജിനു മുന്നിലും കളക്ടറേറ്റിനു മുന്നിലും നടത്തിയ സമരം 104 ദിവസമാണ് നീണ്ടുനിന്നത്. നീതി ഉറപ്പാക്കാനാണ് വീണ്ടും സമരമെന്നാണ് സമരസമിതിയുടെ നിലപാട്. ആരോഗ്യരംഗത്തെ ന്യൂനതകൾ മറച്ചുവെച്ച് സംവാദത്തിന് വെല്ലുവിളിക്കുന്ന ആരോഗ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറെന്നും സമരസമിതി വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.